പട്ടികജാതിക്കാരുടെ വിവിധ ആവശ്യങ്ങളെക്കുറിച്ച് കേരള കണക്കൻ മഹാസഭ ആലോചനാ യോഗം നടത്തി. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആധാർ ഭവനിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് രാഘവൻ അമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. സംവരണം എന്ന് പറയുന്നത് സാമ്പത്തിക സംവരണമല്ല. സംവരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രാതിനിധ്യമാണ്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പ്രാതിനിധ്യം നമുക്ക് ആവശ്യമാണ്. ആ പ്രാതിനിധ്യം നേടിയെടുക്കാൻ നമുക്ക് സംവരണം വേണം. ആ സംവരണത്തിനകത്ത് ഉപസംവരണം കൊണ്ടുവരുന്നത് സാമ്പത്തിക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാമ്പത്തിക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമുക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കാം. ആദ്യം മുതൽക്കേ നമ്മളെ വേർതിരിച്ച് ഏറ്റവും താഴേക്കടിയിൽ കൊണ്ടുപോകും. ഇനിയും അതിനിടയിൽ വേർതിരിവ് സൃഷ്ടിക്കാം. സ്വാഭാവികമായിട്ട് ഈ വേർതിരിവ് സൃഷ്ടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളും രണ്ട് വിഭാഗമാവും. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമ്മുടെ സംഘടനകള്, SC/ST സംഘടനകള് ഇവിടെ സ്വാഗതം ആശംസിച്ച ആമുഖ പ്രസംഗം നടത്തിയ ആൾ പറഞ്ഞു, നമ്മുടെ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോഴും അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ എങ്കിലും നമ്മുടെ SC/ST സംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഭിന്നിപ്പിച്ച് നിന്നാലും കുഴപ്പമില്ല, അവകാശങ്ങൾ നേടിയെടുക്കാനെങ്കിലും ഒരുമിച്ച് നിൽക്കണം. സ്വാഭാവികമായിട്ട് നമുക്കിടയിൽ ഉപസംവരണം കൊണ്ടുവന്ന പിന്നെ പ്രക്ഷോഭത്തിന് ആരുണ്ടാവും? കണക്കൻ മഹാസഭ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ജെസി കുത്തന്നൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ ശങ്കരൻ, സംസ്ഥാന സെക്രട്ടറി പഴനിമല, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് നെന്മാറ, സംസ്ഥാന ട്രഷറർ C മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. സുപ്രീം കോടതിയിൽ വിചാരണയിലിരിക്കുന്ന പട്ടിക വിഭാഗക്കാരുടെ ജോലി, വിദ്യാഭ്യാസ സംവരണത്തിലെ ക്രിമിലെയറിനെക്കുറിച്ചും കേരളത്തിലെ പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ 158 കോടി രൂപയുടെ സ്റ്റൈഫൻ കുടിശ്ശികയെക്കുറിച്ചും വിവാഹ ധനസഹായം മുടങ്ങിയതിനെക്കുറിച്ചും യോഗം വിലയിരുത്തി. UTV ന്യൂസ്, പാലക്കാട്.